Praise the Lord. Hallelujah. 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 Glory to God. Glory to God. Praise the Lord. Thank you, Jesus. Thank you, Jesus. യേശുവേ അങ്ങയ്ക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ടു ജീസസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന മെഗാ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തൊക്കണം കർത്താവ് വീണ്ടും അടിയനെ ഒരുക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം കൂടി കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, 2022 ആണ്ടിൻ്റെ ആദ്യത്തെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലുള്ള ആദ്യത്തെ ലൈവാണിത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ ഒരു നല്ല സന്ദർഭത്തെ കൂടെ ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് അഡ്മിന്മാർ, മറ്റ് ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. ആണ്ടവരും രക്ഷകരുമാകിയ യേശു ക്രിസ്തുവിൻ இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தர்கள் பிரியமானவர்களே, நம் ஆண்டவராக இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக ஒவ்வொருவரும் நாம் ஆயத்தமாயிருப்போம். பிரைஸ் தி லார்ட். 2-3 பேர் எங்க இருந்தாலும் ஒரு மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே ஆண்டவர் நம்மோடு கூட பேசுவார். பிரியமானவர்களே, இன்றைய தினம் வசன தியானத்திற்குள் பிரவேசிப்பதற்கு முன்பதாக பிரைஸ் தி லார்ட் நமக்கு ஒரு தமிழ் பாடல் ஒன்றை பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் അൻപോട് അழைக்கிறேൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അധികാരമുള്ള യേശുവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഒരു പാട്ടിന്റെ ചില അടികൾ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അധികാരമുള്ള യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഏതെല്ലാം വിധത്തിലുള്ള അധികാരങ്ങളിലൂടെയാണ് കർത്താവിൻ്റെ പ്രവർത്തനം എന്നത് നാം ചിന്തിക്കാൻ പോവുകയാണ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് കടലിൻ മീതെ നടക്കേണ്ട ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിനെ 2 വിഭാഗിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം യേശു എന്ന നാമം പറയുമ്പോൾ തന്നെ പിശാചുക്കൾ ഓടും, ഭയന്നോടും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ നമുക്ക് ആ ഗാനത്തെ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. கடல் மீது நடந்தீரையா, கடும் புயல் அடக்கினீரே. கடல் மீது நடந்தீரையா, கடும் புயல் அடக்கினீரே. சாத்தானை ஒடுக்கினீரே, சர்வ வல்லவரே. സാത്താനെ ഒടുക്കിനീരേ, സർവ വല്ലവരേ. കൂടുമേ, എല്ലാം കൂടുമേ, ഉമ്മാലെ എല്ലാം കൂടും. கூடாதது ஆமென் ஒன்றுமில்லை, உம்மால் கூடாதது ஒன்றுமில்லை. കൂടുമേ, എല്ലാം കൂടുമേ, ഉമ്മാലെ എല്ലാം കൂടും. കൂടാതത് ഒன்றுமில்லை, ഉമ്മാൽ കൂടാതത് ഒன்றுமில்லை. ചെങ്കടൽ ഉമ്മை കണ്ട് ഓട്ടം പിടിത്തത് ചെങ്കടൽ ഉമ്മை കണ്ട് ഓട്ടം പിടിത്തത് യോർദാൻ ഉമ്മை കണ്ട്
பின்னோக்கி சென்றது யோர்தான் உம்மை கண்டு பின்னோக்கி சென்றது கூடுமே எல்லாம் கூடுமே உம்மாலே எல்லாம் கூடும் கூடாதது அமேன் ஒன்றுமில்லை உம்மால் கூடாதது ஒன்றுமில்லை கூடுமே எல்லாம் கூடுமே உம்மாலே எல்லாம் கூடும் கூடாதது அமேன் ஒன்றுமில்லை உம்மால் கூடாதது ஒன்றுமில்லை மரித்து உயர்த்தீரையா மரணத்தை ஜெயித்தீரையா மரித்து உயர்த்தீரையா மரணத்தை ஜெயித்தீரையா மறுபடி வருவீரையா ஒரு மாற்றம் தருவீரையா மறுபடி வருவீரையா ஒரு மாற்றம் தருவீரையா கூடுமே எல்லாம் கூடுமே உம்மால எல்லாம் கூடும் கூடாதது ஒன்றுமில்லை உம்மால் கூடாதது ஒன்றுமில்லை கூடுமே எல்லாம் கூடுமே உம்மால் எல்லாம் கூடும் கூடாதது ஒன்றுமில்லை உம்மால் கூடாதது ஒன்றுமில்லை உம் நாமம் சொன்னால் போதும் பேய்கள் ஓடுதையா உம் நாமம் சொன்னால் போதும் பேய்கள் ஓடுதையா உம் பெயரால் கைகள் நீட்டினார் நோய்கள் மறையுதையா உம் பெயரால் கைகள் நீட்டினார் நோய்கள் மறையுதையா கூடுமே எல்லாம் கூடுமே உம்மால எல்லாம் கூடும் கூடாதது அமேன் ஒன்றுமில்லை உம்மால் கூடாதது ஒன்றுமில்லை கூடுமே கூடுமே உம்மால் எல்லாம் கூடும் கூடாதது அமேன் ஒன்றுமில்லை உம்மால் கூடாதது ஒன்றுமில்லை. ஹல்லேலூயா, பிரைஸ் தி லார்ட். പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഈ വൈകിയ വേളയിൽ അപ്പാ വചനവുമായി അടിയൻ കടന്നു വരുന്നു. വചനത്തിന് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവേ, നിരാശയോട് ദുഃഖത്തോടെ വേദനയോട് ഭാരത്തോടു കൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ കർത്താവേ, ദൈവിക സമാധാനത്തിൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യത്തിന് മറവിൽ നിന്നുകൊണ്ട് വചനം ഘോഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കാം. കൃപയാൽ അങ്ങ് നിറയ്ക്കണമേ കർത്താവ്. സകല നന്മകളെ കൊണ്ട് ഒപ്പച്ച നിറയ്ക്കണം. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് അല്പനേരം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അധികാരമുള്ള യേശു എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിനാധാരമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം
4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. ഇവൻ ആർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ വായിച്ചു കേട്ടതായ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം. കാരണം നാം പല ആവർത്തികൾ വായിച്ചിട്ടുള്ള വേദഭാഗമാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, സന്ധ്യ ആയപ്പോൾ കർത്താവ് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്നാൽ അവരുടെ യാത്രയിൽ അവരുടെ പടകിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? കാറ്റുണ്ടായി. അതായത് കാറ്റുണ്ടായപ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. പ്രിയ ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. ഈ സമയം നമ്മുടെ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? നല്ല സുഖമായിട്ട് ഒരു തലകണയൊക്കെ വെച്ച് കർത്താവ് അവിടെ കിടക്കുകയാ, അല്ല ഉറങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവജനമേ, ഇവിടെ ഇതിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്താ വിചാരിക്കുന്ന അറിയാമോ? കർത്താവ് സുഖനിദ്രയിലാണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ കർത്താവിനെ അവർ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച് നിനക്ക് വിചാരമില്ലയോ എന്നാണ് അവർ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് എഴുന്നേറ്റ് ഹല്ലേലൂയ, കാറ്റിനെയും കടലിനെയും കർത്താവ് ശാന്തമാക്കി. കാറ്റിനോട് കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, എന്ത് പറഞ്ഞു? കർത്താവ് കാറ്റിനോട് പറഞ്ഞു, കാറ്റേ, നീ ശാന്തമാകുക. കടലിനോട് കർത്താവ് പറഞ്ഞത്, നീ അനങ്ങാതിരിക്കുക എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രകൃതി ഇവിടെ കർത്താവിനെ അനുസരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശേഷമായി കർത്താവ് പടകിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവ് ചോദിക്കുന്ന എന്താണെന്നറിയാമോ? കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഇങ്ങനെ ഭീരുക്കളാകുന്നത്? പ്രൈസ് ദി ലോർഡ്. നിസാര വിഷയങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭീരുക്കളാകുന്നല്ലോ എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്താ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ന് കർത്താവ് അവരോട് ചോദിച്ചിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ ഇപ്പോഴും വിശ്വാസം നിങ്ങൾക്കില്ലല്ലോ എന്ന് കർത്താവ് അവരോട് സംസാരിക്കുന്നത്, നമുക്ക് കർത്താവ് അവരോട് പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അവർ പറയുന്നത് കാറ്റിനെയും കടലിനെയും കൂടെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതി പോലും കർത്താവിനെ അനുസരിക്കുന്നു. അപ്പോൾ ഇവൻ ആര്? ഇതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് കർത്താവിന്റെ ചില അധികാരങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമതായിട്ട് കർത്താവിന്റെ അധികാരം, പ്രകൃതിയുടെ മേൽ ഉള്ള അധികാരത്തെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രകൃതിയുടെ മേൽ ദൈവത്തിന്റെ അധികാരം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളെ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോവാൻ ഇസ്രായേൽ മക്കളോട് പറക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് മുൻപോട്ട് പോകാം. ആമേൻ. വടി ഹല്ലേലൂയ എടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി, ഹല്ലേലൂയ, നീട്ടുക എന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിൽ ഒരു വടിയുണ്ടല്ലോ മോശയെ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കരഞ്ഞാൽ എന്താ? നീ എന്തിനാ ഭയപ്പെടുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ കടൽ മേലെ നീട്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. കടൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്, കടലിൽ മേൽ ദൈവത്തിന്റെ അധികാരം. ആമേൻ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു.
അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറയുന്നു. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചത് യഹോവ അമോര്യരെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ആ ദിവസം തന്നെ യോശുവ യഹോവയോട് സംസാരിച്ചു. അപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ കേൾക്കെ അല്ലെങ്കിൽ എന്താ പറഞ്ഞറിയാമോ? സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക. നോക്കണം ദൈവമക്കളെ, സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലുമുള്ള അധികാരത്തെ ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ യോശുവ പറയുമ്പോൾ അങ്ങനെ തന്നെ സൂര്യനും ചന്ദ്രനും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമെച്ചിരിക്കുന്ന ദൈവജനമേ, നമുക്കറിയാം 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു, എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ ഹല്ലേലൂയ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി എന്നാണ്. നോക്കണം, ഇടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അധികാരത്തെയാണ് നാം ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ ചെറിയ മേഘത്തെ കൊണ്ടും ദൈവം വലിയ ഹല്ലേലൂയ മഴ പെയ്ക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഏലിശ എന്താ ചെയ്യുന്നറിയാമോ? നമുക്കറിയാം ഈ വേദഭാഗത്തിന്റെ ചരിത്രം വായിക്കുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഏലിയാവും ഏലിശയും കൂടെ യോർദാൻ നദിയുടെ തീരത്ത് വരുമ്പോൾ ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, ഏലിശയെ ദൈവം എന്നെ എടുത്തുകൊള്ളപ്പെടുവാൻ പോകുകയാ, ചുഴലിക്കാറ്റിൽ എന്നെ എടുത്തുകൊള്ളപ്പെടും, അത് നിശ്ചയമാ. എന്നാൽ ചോദിച്ചുകൊള്ള നിനക്ക് എന്താ വേണ്ടിയതെന്ന് ചോദിക്കുമ്പോൾ നോക്കണം ദൈവമക്കളെ, 4 സ്ഥലങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏലിയാവും ഏലിശയും കൂടെ കടന്നു വന്നത്. അവസാനമായിട്ട് യോർദാൻ അരികിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏലിയാവ് പറയുന്നു, ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വെക്കാൻ കഴിയുകയില്ല, എന്നെ യഹോവയായ ദൈവം എടുത്തുകൊള്ളപ്പെടും, എന്നാൽ നീ ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതുവരെയിലും ഏലിശ സൈലന്റ് ആയിട്ടാണ് ഏലിയാവിന്റെ മുൻപിൽ കാണപ്പെട്ടത്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഏലിശ പറയുന്നു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. ദൈവജനമേ, എത്ര പേർക്ക് ഈ 2022-ാം ആണ്ടിൽ ഹല്ലേലൂയ ദൈവത്തോട് ചോദിക്കുവാൻ കഴിയും, യഹോവേ അല്ലെങ്കിൽ ദൈവമേ കർത്താവേ, എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. 2021-ാം ആണ്ടിലെ അനുഭവം അല്ല, ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പുതുവർഷത്തിൽ ഹല്ലേലൂയ ഞാനത് പ്രാപിച്ചെടുക്കണമെന്ന് എത്ര പേർ സമർപ്പണമുള്ളവരാണ്? ഇവിടെ ഏലിയാവിനോട് ഏലിശ പറയുക, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. നോക്കണം ദൈവമക്കളെ, ഏലിശ ഹല്ലേലൂയ ചോദിക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഏലിശയെ, നീ ചോദിച്ച കാര്യം അല്പം കഷ്ടമുള്ള കാര്യമാ. യഹോവയായ ദൈവം എന്നെ എടുത്തുകൊള്ളപ്പെടുന്നത് നിനക്കത് കാണുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നീ ചോദിച്ചതുപോലെ തന്നെ നിനക്ക് നടക്കും, അല്ല എങ്കിൽ കഷ്ടമുള്ള കാര്യമാണെന്ന് പറയുന്നു. നോക്കണം ദൈവമക്കളെ, ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വരികയാ ഏലിയാവിനെ കൊണ്ടുപോകുവാൻ. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ. ഏലിശ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഏലിശ അത് കാണുകയാ. ഏലിശ നിലവിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓ ഏലിയാവിന്റെ ദൈവം എന്ന് താൻ അലറി, താൻ കരയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കണ്ടു എന്ന് ഏലിയാവിന് മനസ്സിലായി. ഏലിയാവിന്റെ കയ്യിലിരുന്ന പുതപ്പെടുത്ത് ആ ശാൽവ എടുത്ത് ഏലിശയുടെ മേൽ ഇട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല, സമയമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയാമോ? തന്റെ മേൽ ഹല്ലേലൂയ വീണ ആ പുതപ്പ് വീണപ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, താൻ ഹല്ലേലൂയ തന്റെ വസ്ത്രം കീറിയെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ നമുക്കവിടെ ചിന്തിക്കുവാൻ കഴിയുന്നത് ഹല്ലേലൂയ തന്റെ മേൽ പുത്തൻ പുതിയ അഭിഷേകമാണ് വന്നത്. ദൈവമക്കളെ, പഴയതെ താൻ വലിച്ചു കീറി, എന്നാൽ പുതിയ അഭിഷേകത്തെ താൻ പ്രാപിച്ചപ്പോൾ
ലോർഡ് താൻ പുതപ്പുമായിട്ട് യോർദാനിലേക്ക് ഓടി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. താൻ യോർദാനിലേക്ക് ഓടി. ഏലിയാവിന്റെ ദൈവം എവിടെ എന്നാണ് താൻ ചോദിച്ചത്. ഏലിയാവിന്റെ ദൈവം എവിടെ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ, താൻ യോർദാനെ അടിച്ചു. പ്രൈസ് ദ ലോർഡ്. യോർദാനെ പുതപ്പെടുത്ത് താൻ അടിച്ചപ്പോൾ എന്താ സംഭവിച്ചോ? യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെടുന്നത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിന്റെ അധികാരത്തെ കുറിച്ച് നമ്മുടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവരെ, മാർക്കോസിന്റെ സുവിശേഷം, അതായത് നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് അല്പം കൂടെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത്, മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 നാം കണ്ടത്, പ്രിയപ്പെട്ടവരെ, യേശു അവരോട് പറഞ്ഞു, അക്കരയ്ക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, അവർ പടകിൽ കയറിയെങ്കിലും അതിന് ചുറ്റിലൊക്കെ വളരെ ചെറിയ ചെറിയ പടകുകൾ വീണ്ടും ഉണ്ട് എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവമക്കളെ, ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. യേശു ഉള്ളത് ഒരു പടകിലാണ്, എന്നാൽ എങ്കിലും അനേക പടകുകൾ അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ഇല്ലാത്ത അനുഭവമാണ് ആ മറ്റു പടകുകളിൽ ഉള്ളത്. എന്നാൽ ദൈവജനമേ, ഇന്ന് ഈ വൈകിയവേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമാകുന്ന പടകിൽ, ഹല്ലേലൂയ, നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പടകിൽ യേശു ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതോ യേശു ഇല്ലാത്ത ഒരു അനുഭവത്തിലൂടെയാണോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പടകിൽ യേശു ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എങ്കിൽ നമ്മിലുള്ള കുറവുകൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവമക്കളെ, യേശുവിനെ നമ്മുടെ പടകിൽ, നമ്മുടെ വിശ്വാസമാകുന്ന പടകിൽ യേശു കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഈ നാളുകളായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതോ യേശു നമ്മോട് കൂടെ ഇരുന്ന് ഉറങ്ങുകയാണോ? പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസ പടകിൽ യേശു, ഹല്ലേലൂയ, ഉറങ്ങുവാൻ നീ അനുവദിച്ചുകൂടാ. നീ അനുവദിക്കരുത് സ്നേഹിത. നിന്റെ വിശ്വാസമാകുന്ന പടകിൽ യേശു ഉറങ്ങിപ്പോയാൽ, ഹല്ലേലൂയ, നിനക്ക് പരാജയമാണെന്ന് നീ മറന്നു പോകരുത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യേശു ഉറങ്ങിയാലും ഇല്ലെങ്കിലും ഒരു കാര്യമുണ്ട്. നിനക്ക്, ഹല്ലേലൂയ, നീ സഞ്ചരിക്കുന്ന നിന്റെ ഈ വിശ്വാസമാകുന്ന പടകിൽ പലപ്പോഴും കൊടുങ്കാറ്റുകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കപ്പൽ മുങ്ങിപ്പോകുവാൻ ഇടയുണ്ട് എന്നത് നാം ഉണർന്നു കൊള്ളണം. പ്രിയ സ്നേഹിതരെ, നാം ഓരോരുത്തരുമായി പ്രാർത്ഥന എന്ന കവചം ധരിച്ചവരായി യേശുവിനെ ഉണർത്താൻ നമുക്ക്, ഹല്ലേലൂയ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഉള്ള മന്ദീഭവിച്ച അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ. പുതുവർഷത്തില് യേശു നമ്മോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നാം ഉണർത്താം പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ മന്ദീഭവിച്ച അവസ്ഥകൾ കാരണം കർത്താവ് ഉറങ്ങിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അങ്ങനെ തന്നെയാ നമ്മുടെ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ജീവിതത്തിലുള്ള ആ മന്ദീഭവിച്ച അവസ്ഥ കാരണം എന്താ സംഭവിക്കുന്ന അറിയാമോ സ്നേഹിതരെ? ഹല്ലേലൂയ, കർത്താവ് ഉറങ്ങിപ്പോവുകയാ. എന്നാൽ കർത്താവിനെ നമ്മുടെ പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഉയർച്ച കാണുമ്പോൾ കർത്താവ് തന്നെത്താൻ ഉണരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് വേണം നാം മുൻപോട്ട് കടന്നു പോകുവാൻ. ആകയാൽ സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ഈ പുതുവർഷം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മുടെ മേൽ, നമുക്ക് ദൈവം ഒരുക്കി തന്ന ചില അധികാരങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. രണ്ടാമതായിട്ട്, കർത്താവിന്റെ അധികാരം എന്നത് രോഗത്തിന്റെ മേലുള്ള അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, മാർക്കോസിന്റെ സുവിശേഷം നമുക്ക് വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ ഉള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും ഭയപരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവന്റെ വസ്ത്രം തൊട്ടു.
ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം അഥവാ ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എങ്ങനെ, അതായത് എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ടും ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു അവന്റെ മുൻപിൽ വീണു വസ്തുതയൊക്കെയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവളോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഈ വേദഭാഗം നമുക്ക് ഏവർക്കും അറിയാം. എങ്കിലും പ്രൈസ് ദി ലോർഡ് വചനത്തിന് ആഴത്തിലേക്ക് നമുക്ക് അല്പമായി കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, 12 വർഷമായി അതായത് രക്തസ്രാവത്തിനാൽ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ദൈവമക്കളെ, 1 മാസത്തെയോ 5 മാസത്തെയോ 1 വർഷത്തെയോ വിഷയമല്ലത്. 12 സംവത്സരമായി ഒരു സ്ത്രീ കഷ്ടപ്പെടുകയാ. ദൈവമക്കളെ നോക്കണം, എത്ര കഷ്ടത, എത്രമാത്രം പ്രയാസമുള്ള ഒരു സന്ദർഭമാണത്. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് പൊതുതലത്തിൽ എങ്ങ് പോകുവാൻ കഴിയുന്നില്ല. ഒരു നല്ല വിഷയങ്ങൾക്കോ ഒരു കെട്ട വിഷയങ്ങൾക്കോ ഒന്നും അവൾക്ക് പോയി സഹകരിക്കുവാൻ കഴിയുന്നില്ല. കാരണം അവൾ ബാധ പിടിച്ചവളാ. അവൾ രോഗിയാ, നിത്യരോഗിയാ എന്ന് പറഞ്ഞാൽ രോഗത്തെക്കാൾ അതിന് ചേരുന്ന ഭാഷ പ്രിയരെ, അത് ബാധ. ഇങ്ങനെയാണ് വചനത്തിൽ പറയുന്നത്. അവൾ ബാധ എന്ന ബാധ പിടിച്ചവളാണ്. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് എങ്ങ് പോകുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം നിരാശ നിറഞ്ഞതാ, ദുഃഖം നിറഞ്ഞതാ. ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയാണ് ആ സ്ത്രീക്കുള്ളത്. അവളുടെ സ്വത്ത്, സുഖങ്ങൾ, അവളുടെ ആസ്തികൾ അവളെല്ലാം നഷ്ടപ്പെടുത്തി അവൾ വൈദ്യന്മാരോട് അനേക വൈദ്യന്മാരെ അവൾ കാണുവാൻ പോയി. രോഗത്തിന് ശമനമില്ല, രോഗത്തിന് വിടുതലില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ അവസാനമായിട്ട് അവളുടെ ജീവിതമേ അവൾ തകർന്നു. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ എനിക്ക് മുൻപോട്ട് വെക്കുവാൻ കഴിയുകയില്ല എന്ന് അവൾ ചിന്തിച്ചു തുടങ്ങി. കാരണം എന്താ? മുരടിച്ച ജീവിതമായി 12 സംവത്സരം. പ്രിയ ദൈവജനമേ, അങ്ങനെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് അതുവഴി കടന്നു വരുന്നു എന്ന് ഇവൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവൾ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ യേശു കർത്താവിന്റെ വസ്ത്രത്തെ എങ്കിലും അറ്റ്ലീസ്റ്റ് തൊടണം എന്നവൾ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാലെങ്കിലും എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ആണിത്തരമായി ഉറച്ചു വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു ശക്തിക്കും ഇപ്പോൾ ആ സ്ത്രീയെ പിന്തിരിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. യേശു കർത്താവ് വരുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ കാണും യേശുവിന്റെ അരികിൽ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശുവിനെ പുറകിലായി വരുന്നവർ ധാരാളം പേർ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ വരുന്നവർ, അനുഭവിക്കുവാൻ വരുന്നവർ. ആഹാരം യേശുവിന്റെ പുറകിൽ വന്നാൽ ഒരു നേരത്തെ ആഹാരം പോലും മുടക്കമില്ല. തക്ക സമയത്ത് ആഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുവാൻ വരുന്നവർ, അങ്ങനെ ധാരാളം പേർ യേശുവിനെ തിക്കിക്കൊണ്ട് വരികയാ. ഈ സമയത്ത് ദൈവമക്കളെ, ഇവൾക്ക് എങ്ങനെ യേശുവിന്റെ അരികിൽ എത്തുവാൻ കഴിയും? സ്നേഹിത, എത്രമാത്രം കഷ്ടതയുള്ള ഒരു അനുഭവം അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അവൾ ഉറച്ച തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടിട്ടെങ്കിലും ഓടിപ്പോകണം. ദൈവമക്കളെ, അവൾ ആ പറഞ്ഞതുപോലെ തന്നെ യേശു വരുമ്പോൾ ഹല്ലേലൂയ ഓടി വന്ന് എങ്ങനെയോ അവൾ കഷ്ടപ്പെട്ട് യേശുവിന്റെ അരികിലെത്തി യേശുവിന്റെ വസ്ത്രത്തെ അവൾ തൊട്ടിട്ടോടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ യേശു അതറിഞ്ഞു. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഹല്ലേലൂയ ശക്തി, ഹല്ലേലൂയ ദൈവിക ശക്തി പാഞ്ഞു പോയി കടന്നു ചെന്നു എന്ന് കർത്താവിന് മനസ്സിലായി. കർത്താവ് ചോദിച്ചു, എന്നെ ഇപ്പോൾ തൊട്ടത് ആര് എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ശിഷ്യന്മാർ ആദ്യം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഇത്രമാത്രം ജനങ്ങൾ യേശുവേ അങ്ങയുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ആരങ്ങെ തൊട്ടതെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, അല്ല, എന്റെ ശരീരത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശക്തി പകർന്നു പോയി എന്ന് കർത്താവ് പറയുന്നു. ഒരല്പം ദൂരമായി മാറി നിൽക്കുന്ന സ്ത്രീ ആണ് അവൾ കേട്ടുകൊണ്ട് അവൾ കടന്നു വന്നു. അവൾ എന്താ പറഞ്ഞു? അവൾ നടുങ്ങി നടുക്കത്തോടെ യേശു കർത്താവിന്റെ അരികിൽ വന്നിട്ട് അവൾ പറയുക, യേശുവേ, അങ്ങേ തൊട്ടത് ഞാനാണ്. അവൾ ആ ഉണ്മയാണ്, സത്യത്തെ അവൾ പറയുക, യഥാർത്ഥമായിട്ട് അവൾ പറയുക.
ഞാൻ അങ്ങേ തൊട്ടത്. ഹല്ലേലൂയ. 12 വർഷമായി ബ്ലീഡിംഗ് എന്ന രോഗത്താൽ, ആ ബാധ, അതായത് രക്തസ്രാവത്തിനാൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ശരീരത്ത് എനിക്ക് യാതൊരു സൗഖ്യമില്ലായിരുന്നു എന്നവൾ പറയുന്നു. യേശുവേ, അങ്ങയുടെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് അങ്ങേ തൊട്ടതെന്ന് പറയുന്നു. നോക്കണം ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു മകളെ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവിനെ അറിയില്ലേ? കർത്താവിനെ തൊട്ടത് ആരാണെന്ന്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, അത് ആ സ്ത്രീയാണ്. അവൾ പറയുവാൻ വേണ്ടി കർത്താവ് ഹല്ലേലൂയ ചോദിക്കുന്നതാണത് കർത്താവിന് അറിയാമായിരുന്നു. എന്നാൽ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിക്കുന്നു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സ്ത്രീ ആ സമയത്ത് തന്നെ, അപ്പോൾ തന്നെ അവൾ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒരു നല്ല തീരുമാനമാണ് അവൾ എടുത്തത്. എന്താണെന്നറിയാമോ? യേശുവിന്റെ വസ്ത്രത്തെ തൊടുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വസ്ത്രത്തെ തൊടുക തന്നെ ചെയ്യണം. 2022 ആണ്ടിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്? എത്ര പേർക്ക് യേശുവിന്റെ വസ്ത്രത്തെ തൊടണമെന്ന് നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നു? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, എന്റെ രോഗം സൗഖ്യമാകുവാൻ എന്റെ അപ്പന്റെ വസ്ത്രത്തെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരണമേ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊള്ളുക. യേശുവിന്റെ ഹല്ലേലൂയ അധികാരത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ 2ാമത്തെ അധികാരം രോഗത്തിന്മേലുള്ള അധികാരമാ. ഏതെങ്കിലും രോഗത്താൽ ബാധിക്കപ്പെട്ടവർ, ഡോക്ടർമാർ കൈവിട്ട സ്ഥാനത്ത് ഇനി നിനക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വെക്കുവാൻ കഴിയുകയില്ല എന്ന ഡോക്ടർമാർ വിധി എഴുന്ന സ്ഥാനത്ത് എന്റെ അപ്പൻ നിങ്ങളെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഏറ്റെടുക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ഹല്ലേലൂയ 12 സംവത്സരമായി രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ടവൾ തത്സമയം അപ്പോൾ തന്നെ അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ, രോഗത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയട്ടെ. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യമാണ്. അത് ഇനി മുതൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. കർത്താവിനെ തൊടുവാനായിട്ട് ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ടു, കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഇവിടെ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാം യായിറോസിന്റെ ഭവനത്തിന്റെ ചരിത്രമാണ്. അല്ലെങ്കിൽ യായിറോസിന്റെ മകൾ കുമാരത്തി, അവൾ ദീനമായി കിടക്കുന്നു. യേശു കർത്താവിന്റെ അരികിൽ യായിറോസ് വന്ന് പറയുക, അപ്പ ഗുരു, അങ്ങ് വന്ന് എന്റെ മകളുടെ മേൽ ഒന്ന് കരം വെച്ചാൽ മതി, എന്റെ മകൾ, എന്റെ കുമാരത്തി, അവൾ സൗഖ്യം പ്രാപിക്കുമെന്ന്. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഈ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ഒരു ദാസൻ ഒരുവൻ കൊണ്ട് കടന്നു വന്നിട്ട് എന്താ പറഞ്ഞിട്ടറിയാമോ? അവൻ പറഞ്ഞു, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അസഹ്യപ്പെടുത്തേണ്ട, ഹല്ലേലൂയ, മകൾ മരിച്ചു എന്ന. നോക്കണം ദൈവമക്കളെ, മകൾ അല്ലെങ്കിൽ കുമാരത്തി മരിച്ചു എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞതറിയാമോ? യായിറോസിനോട് പറഞ്ഞു, നമുക്ക് ഭവനത്തിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം ദൈവമക്കളെ, അസ്തമിച്ചു എന്ന അല്ലെങ്കിൽ അവസാനിച്ചു എന്ന, ഇനി ഒരു തീരുമാനം ഇല്ല എന്ന, ഇതാണ് അവസാന തീരുമാനം. ഇതിനു മേലിൽ ഒരു പ്രശ്നവും ഇനി ഒന്നും ആർക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവ് നിന്നെ കരം പിടിച്ചുയർത്തുന്നത്. അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലോകം നിങ്ങളെ കുറിച്ച് വിധി എഴുതും. നിനക്കൊരു സ്റ്റെപ്പ് കൂടെ ഇനി മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന്, നിന്റെ ജീവിതം തകർന്നു എന്ന്, നിന്റെ ആത്മീക ജീവിതത്തിൽ നീ തകർന്നു പോയി എന്ന്, നിന്റെ കുടുംബ ജീവിതം തകർന്നു എന്ന് ഹല്ലേലൂയ ജീവിക്കുന്ന ചിന്തിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മളോട് കൂടെയുണ്ട്.
പ്രിയപ്പെട്ടവരെ, ആരെയും വിശ്വസിക്കരുത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിന്നെ കാണുമ്പോഴൊക്കെ അവർ ചിലപ്പോൾ ഒരുപക്ഷെ ചിരിച്ചു കാണിച്ചെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തോട് സംസാരിക്കും. പക്ഷേ നിന്റെ അധപ്പതനം കാണാനാ അവർ ചിന്തിക്കുന്നത്. അവർ വിചാരിക്കുന്നത് നീ എങ്ങനെയും നശിക്കുന്നത് കണ്ടാൽ മതി. അതാണ് അവരുടെ ആഗ്രഹം. പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നീ എവിടെ തകർന്ന് നുറുക്കപ്പെടുന്നുവോ, എവിടെ നീ ഹല്ലേലൂയ നീ അസ്തമിച്ചു എന്ന് നിനക്കൊക്കെ തോന്നുന്നുവോ, അവിടെ എന്റെ അരുമനാഥൻ ഇറങ്ങി വന്ന് നിന്നെ കരം പിടിച്ചുയർത്തും. മകനെ, മകളെ, നീ അധൈര്യപ്പെടേണ്ട എന്ന് കർത്താവ് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ കർത്താവ് ആ യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, യായിറോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ അവിടെ ചില കാഴ്ചകളൊക്കെ കർത്താവ് കാണുന്നു. മരണ വീടല്ലേ. ഹല്ലേലൂയ. നമുക്കറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് തിരിച്ച് വന്നോളാം. തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഇപ്പോഴും ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ ദൈവമക്കൾ അല്ലാത്തവരുടെ മരണം എങ്ങനെയാണെന്ന് അറിയാമോ ദൈവമക്കളെ? ഒരുവൻ മരിച്ചാൽ പിന്നെ അവന് യാതൊരു മര്യാദയും അവന്റെ ജഡത്തിനില്ല. എന്നാൽ നമ്മുടെ നേരെ തിരിച്ചാ നമ്മുടെ നാട്ടിലൊക്കെ ഹല്ലേലൂയ, ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ദുഷ്ടനാകട്ടെ നല്ലവനാകട്ടെ അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സെന്റ് ഓഫ് ആണ് അവന് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നോക്കണം ദൈവമക്കൾ, ഇവിടേക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ കൂട്ടം കൂടും. കുറച്ച് സ്ത്രീകൾ കൂടി നിൽക്കും. ഒരു 8-9 പേർ കൂടി നിന്നിട്ട് അവർ റൗണ്ട് ചെയ്യും. എന്നിട്ട് തോളിന്മേൽ കൈയിട്ടിട്ട് ഇങ്ങനെ ആടി കറങ്ങും. പ്രിയപ്പെട്ടവരെ, കരയുവാനായിട്ട് പണം കൊടുത്ത് ചില സഹോദരിമാരെ അവിടെ കൊണ്ടിരുത്തും. ഇന്നും അങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. പല വർഷങ്ങളായി അങ്ങനെ തന്നെയാ. അത് മാത്രമല്ല, മരിച്ച വീടിന്റെ മുൻപിലായിട്ട് ഒരുവരെ കൊണ്ടുവന്ന് വാദ്യമേളം കൊട്ടുവാനായിട്ട്, അതായത് ചെണ്ട കൊട്ടുവാനായിട്ട് ഒരുത്തനെ അവിടെ നിർത്തിയിരിക്കും. ഒരു തുണി വിരിച്ചിടും. അവിടെ വരുന്നവരും പോകുന്നവരും ഒക്കെ 10-10, 20 രൂപ ഇങ്ങനെ ഇടും. അവൻ ഇടുന്ന സമയത്ത് അവൻ കൊട്ടും. അവന് ആരും ഇടുന്നില്ലെന്ന് കണ്ടാൽ അവനവിടെ മാറി നിൽക്കും. അപ്പോൾ ഇതാണ് അവന്റെ പരിപാടി. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെയാ. മാത്രമല്ല, ഒരു മരണ വീടെങ്കിൽ ദൈവജനമേ ഹല്ലേലൂയ എങ്ങനെയാണെന്ന് അറിയാമോ? അവർ എല്ലാം ഫുൾ ആൻഡ് ഫുൾ എല്ലാം മിക്കവാറും പേര് ഹല്ലേലൂയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളമടിക്കുക എന്ന് പറഞ്ഞാൽ മതിയോ, മദ്യപിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, മദ്യപിച്ചിട്ടാണ് അവർ ആ ബോഡിയുടെ മുൻപിൽ കിടന്ന് ആടുന്നതും ഒക്കെ അട്ടഹസിക്കുന്നതും ഒക്കെ. എന്നാൽ ഇവിടെ ഹല്ലേലൂയ നമുക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ദൈവമക്കളായിരിക്കുന്ന കേരള സംസ്ഥാനം, നമ്മുടെ ദൈവമക്കൾ എത്രയോ വിലപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു മരണ വീടെങ്കിൽ ഹല്ലേലൂയ ദൈവദാസി ദാസന്മാർ സഭാ വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ ദേശക്കാർ, ഹല്ലേലൂയ ക്ലബ്ബുകാർ, പഞ്ചായത്തുകാർ, നാട്ടുകാർ എല്ലാവരും വരും. എല്ലാവരും കടന്നു വന്ന ഹല്ലേലൂയ എത്ര മോശമായ വ്യക്തിയാണെങ്കിലും നല്ല 2 വാക്ക് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഇതാണ് നമ്മുടെ ദേശത്തിന്റെ വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യത്യാസം. പ്രിയ ദൈവജനമേ, ഇവിടെ നമുക്ക് യായിറോസിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെയും കർത്താവ് കടന്നു വന്നപ്പോൾ കണ്ടത് എന്താണെന്ന് അറിയാമോ? കർത്താവ് ചോദിച്ചു, കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഒക്കെ പറയാൻ തുടങ്ങി, ആ കുട്ടി മരിച്ചു പോയി എന്നാ. നോക്കണം ദൈവമക്കളെ, കുട്ടി മരിച്ചുപോയി എന്നോ. എന്നാൽ കർത്താവ് പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, അവളെ ഉണർത്താൻ പോവുക, കുട്ടി മരിച്ചിട്ടില്ല. ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവിടെ മുഴുവൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ കുറെ ആൾക്കാർ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു. ഇങ്ങനെയൊക്കെ അല്ലേ ഒരു മരണ വീടെന്ന് പറയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, കർത്താവ് ആ കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ ഭവനത്തിൽപ്പെട്ടവരല്ലാതെ മറ്റുള്ളവരെല്ലാം ഒന്ന് വെളിയിലേക്ക് പറയുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും വെളിയിറക്കി. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ മഹത്വം കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നാം അതിന് ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നാം ഒരുങ്ങാതെ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് വരികയില്ല. കർത്താവ് അതിന് മറുപടി തരികയില്ല. നാം ഫസ്റ്റ് ഓഫ് ഓൾ നാം ദൈവത്തിന്റെ മുൻപിൽ നാം ഒന്ന് ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിന് വേണ്ടി കഴിക്കുന്ന യാഗപീഠം അങ്ങനെ ആയിരിക്കണം. അത് ഒരുക്കി പ്രൈസ് ദി ലോർഡ് ക്രമപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയുള്ളൂ. ഇവിടെയും എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവജനമേ ഹല്ലേലൂയ, കർത്താവ് എല്ലാവരെയും വെളിയിറക്കിയതിന് ശേഷമായി കർത്താവ് ചോദിക്കുന്നു, കുട്ടി എവിടെ കിടത്തിയിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നോക്കുമ്പോൾ, അതിന് മുമ്പായിട്ട് നാം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിനെന്ന് കർത്താവ് ചോദിക്കുന്നു. കുട്ടി മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം പറയുന്നു കുട്ടി മരിച്ചു എന്ന്. നോക്കണം ദൈവമക്കളെ, ലോകം എന്താ പറയുന്നത്? കുട്ടി മരിച്ചു എന്ന്. എന്നാൽ
എന്നാൽ ജീവനെ കൊടുക്കുന്ന എന്റെ ജീവനായകൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. യേശു കർത്താവ് പറയുന്നു, കുട്ടി മരിച്ചിട്ടില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ലോകം വിധി എഴുതുമ്പോൾ എന്റെ കർത്താവ് അവിടെ വഴിയെ പുത്തൻ പുതിയ വഴി തുറക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, കുട്ടി മരിച്ചിട്ടില്ല. ആമേൻ. ഉറങ്ങുന്നതത്രേ എന്ന് കർത്താവ് അവരോട് പറയുന്നു. നോക്കണം ദൈവജനമേ, അവനെ പരിഹസിച്ചു. അവരെല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ അരികിൽ കർത്താവ് ചെന്ന് നിന്നു. കർത്താവ് എന്താ പറഞ്ഞതറിയാമോ? കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. ബാലേ, എഴുന്നേൽക്ക, നിന്നോട് കൽപ്പിക്കുന്നു എന്ന് കർത്താവ് അർത്ഥം വരുമാറ് തലീദാ കൂമി എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ബാലേ, എഴുന്നേൽക്ക എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ തന്നെ മരിച്ചവൾ ജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യായിറോസിൻ പാവനമതിൽ വിലാപഗീതം കേട്ടപ്പോ, യായിറോസിൻ പാവനമതിൽ വിലാപഗീതം കേട്ടപ്പോ, മരിച്ച ബാലികയോടവൻ ചൊന്നാർ, തലിതക്കൂമി. മരിച്ച ബാലികയോടവൻ ചൊന്നാർ, തലിതക്കൂമി. അപ്പോൾ ഇവനാര് മുഴങ്ങിക്കേൾക്കും മാനവ ശബ്ദം ഗലീല നാട്ടിനുടനീളം. അപ്പോൾ ഇവനാര്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, മരിച്ചവൾ ജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, മരണത്തിന്മേൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഭയപ്പെടേണ്ട എന്ന. ഇന്നീ വൈകിവേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട. കർത്താവ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. യേശു കുട്ടിയുടെ കയ്യെ പിടിച്ച് ബാലേ, എഴുന്നേൽക്ക എന്ന് മാത്രമാ കർത്താവ് പറഞ്ഞത്. തലീദാ കൂമി. ഹല്ലേലൂയ. യേശു തൊട്ട് സൗഖ്യമാക്കുകയാ. പ്രിയരെ, രക്തസ്രാവക്കാരത്തി യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ സൗഖ്യമായി. ഇവിടെ ഹല്ലേലൂയ, യായിറോസിന്റെ ഭവനത്തിൽ യേശു തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യാക്കോബ് 5:15 വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന അത് ദീനക്കാരെ രക്ഷിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുമെന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. സ്നേഹിതരെ, ഹല്ലേലൂയ, ഏത് രോഗാവസ്ഥയിലും പ്രൈസ് ദി ലോർഡ് കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ, ആമേൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ പ്രൈസ് ദി ലോർഡ് ആ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്. ഹല്ലേലൂയ. കാൽവരിയുടെ ഉന്നതങ്ങളിൽ കർത്താവ് കൈകാലുകളെ വിരിച്ചപ്പോൾ തന്നെ, കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ തന്നെ രോഗത്തിന്മേൽ കർത്താവ് നമുക്ക് ഹല്ലേലൂയ സർവ നമുക്ക് വേണ്ടി കർത്താവ്, പ്രിയ ദൈവജനമേ, സർവ രോഗത്തിന്മേലുള്ള അധികാരം, അതായത് രോഗം സൗഖ്യമാകുവാനുള്ള അധികാരത്തെ കർത്താവ് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ആ രോഗത്തിന്മേലുള്ള അധികാരം അത് കർത്താവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് വളരെ പെട്ടെന്ന് ഞാൻ കടന്നു പോരട്ടെ. പ്രിയപ്പെട്ടവരെ, ദുരാത്മാക്കളെ, പ്രൈസ് ദി ലോർഡ്, ദുരാത്മാക്കളുടെ മേലുള്ള യേശുവിന്റെ അധികാരം. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ
1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവർ കടലിന്റെ അക്കരെ ഗദർദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്നും വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞ്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നു അവനെ നമസ്കരിച്ചു. അവൻ ഉറക്ക നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. പിന്നെ കർത്താവ് ചോദിക്കും, നിന്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിനാ എൻ്റെ പേർ ലെഗിയോൻ എന്നാകുന്നു എന്ന്. ഞങ്ങൾ പലരാകുന്നു. നോക്കണം ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം വായിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഗദര ദേശത്തിരിക്കുക. അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമോ? അവൻ പലപ്പോഴും അവന്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചും ചതച്ചും കൊണ്ട് ഓരോന്നും അവൻ ചെയ്തു കൂട്ടുകയാ. എന്നാൽ അവന്റെ അരികിലേക്ക് യേശു കർത്താവ് കടന്നു വരുമ്പോൾ അവന് മനസ്സിലായി, അവനിലുള്ള ദുരാത്മാവിന് മനസ്സിലായി, മനുഷ്യപുത്രനാണ് ഈ കടന്നു വരുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവജനമേ, ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ കണ്ടപ്പോൾ തന്നെ ദുരാത്മാവ് ഇങ്ങോട്ട് ചോദിക്കുക, നീ കാലം തികയുന്നതിന് മുമ്പേ നീ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്നാ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഈ മനുഷ്യനെ വിട്ടു പോകാം. നോക്കണം, അപ്പോൾ തന്നെ ഇവൻ പറയുന്നു, ഇവന്റെ പേര് ലെഗിയോൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇവൻ പറയുക, എന്റെ പേര് ലെഗിയോൻ എന്നാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരാൾ മാത്രമല്ല, പലരാണ്. നോക്കണം, പിന്നെ സീനിയോറിറ്റിയാ പറയുന്ന പിശാച് സാത്താൻ പറയുന്ന കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പലരാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ, ദൈവജനമേ, കർത്താവ് എന്താ പറഞ്ഞറിയാമോ? ഈ മനുഷ്യനെ വിട്ട് നീ പോ, നിനക്കെന്താ കാര്യം, ഈ മനുഷ്യനെ വിട്ട് പോ എന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം എന്താ? ഹല്ലേലൂയ. ദൈവമക്കളെ, ദുരാത്മാക്കളുടെ മേലുള്ള അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അശുദ്ധാത്മാവ് വിളിച്ചത് എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്. നോക്കണം, ഇന്നത്തെ മനുഷ്യരോട്, ഇന്നത്തെ ലോക ജനത്തോട് നാസറനായ യേശു, ഹല്ലേലൂയ, നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ യാഗമായി എന്ന് പറഞ്ഞാൽ യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ജനത്തിന് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 1050 ക്വസ്റ്റ്യനോട് നിൽക്കും. എന്നാൽ പ്രിയ സ്നേഹിതരെ, അശുദ്ധാത്മാവിന് യേശുവിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഓ ഹല്ലേലൂയ. അവൻ പറയുക, അശുദ്ധാത്മാവ് പറയുക, നീ ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്. അവൻ വീണ്ടും നമസ്കരിക്കുക ചെയ്യുന്നത്, നീ ദൈവപുത്രൻ, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന്. നോക്കണം ദൈവമക്കളെ, ആ മനുഷ്യൻ, ഹല്ലേലൂയ, അശുദ്ധാത്മാവ് പ്രാപിച്ചവൻ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, നമുക്കറിയാം ദൈവമക്കളെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിൽ ഇട്ടപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അതായത് തീച്ചൂള 7 മടങ്ങായി ഹല്ലേലൂയ രാജാവ് വർദ്ധിപ്പിച്ചപ്പോഴും, പ്രൈസ് ദി ലോർഡ്, അവരുടെ കയ്യും കാലും ബന്ധിച്ചവരെ തീ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ അവർക്കൊന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അവർ എഴുന്നേറ്റ് നടക്കിയ കെട്ടുകളൊക്കെ അഴിയപ്പെട്ടവരായി അവർ എഴുന്നേറ്റ് നടക്കുന്നു. അവരുടെ പുറകിലായി മനുഷ്യപുത്രന സദൃശനായവൻ നടന്നു നീങ്ങുന്നു. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, സർവ്വത്തിന്റെയും അധികാരമുള്ളവനാ നാസറനായ യേശു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരട്ടെ, നമ്മുടെ സമയം ഹല്ലേലൂയ മുൻപോട്ട് പോകുന്നു. ഹല്ലേലൂയ. അടുത്ത അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, മരണത്തിന്മേലുള്ള അധികാരം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന് മരണത്തിന്മേലുള്ള അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 38 ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം, സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.
പ്രൈസ് ലോർഡ്. പ്രിയ ദൈവജനമേ, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? യേശു 5:38 വരുമ്പോൾ യേശു യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച സംഭവമാണ്. ഹല്ലേലൂയ. മരിച്ചവളെ ഉയർപ്പിച്ച ഒരു സംഭവമാണ് വായിക്കേണ്ടത്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നാം അവിടെ കാണുന്നത് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് മരണത്തിന്മേൽ അധികാരമുള്ളവൻ. ആമേൻ. 39 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹല്ലേലൂയ ആരവവും കരച്ചിലും എന്തിന് എന്ന കർത്താവ് ചോദിക്കുന്നു. കാരണം എന്താ? അധികാരമുള്ളവനായി നിൽക്കുന്നത് പ്രൈസ് ലോർഡ് എന്നാൽ ലോകത്തിന് മനസ്സിലാകുന്നില്ല. ലോക ജനത്തിന് യേശു ആരാണെന്ന് അറിയുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രിയരെ, ഇവിടെ ലോകം എന്താ പറഞ്ഞത്? കുട്ടി മരിച്ചു എന്ന്. എന്നാ കർത്താവ് പ്രൈസ് ലോർഡ് കർത്താവ് പറഞ്ഞത് എന്താണ്? ദൈവമക്കളെ, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകത്രേ ചെയ്യുന്നതെന്ന്. പ്രൈസ് ലോർഡ്. ലോകം വിധി എഴുതുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവജനമേ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ ലോകം നമ്മെ കുറിച്ച് പറയും അത്രയൊക്കെ ഉള്ളൂ, അവസാനിച്ചു എന്ന്. എന്നാൽ കർത്താവ് പ്രൈസ് ലോർഡ് കർത്താവ് അപ്പോൾ നമ്മളോട് പറയും ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന്. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ ചരിത്രം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമാ നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നാം ചിന്തിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ പ്രൈസ് ലോർഡ് 11 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് നയിൻ പട്ടണത്തിലെ വിധവയെ കുറിച്ച്, നമുക്ക് വിധവയുടെ മകന്റെ മരണത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. നമുക്കറിയാം നയിൻ പട്ടണത്തെ കുറിച്ച് അറിയാത്തവർ ആരുമില്ല. എന്താണ് സംഭവിച്ചെന്നറിയാമോ? നയിൻ പട്ടണത്തിന്റെ ആ എൻട്രൻസിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ ദൈവമക്കളെ, ഒരു വാലിബനെ, ഒരു സഹോദരനെ, മരിച്ച ഒരുവന്റെ ശരീരം എടുത്തുകൊണ്ട്, ജഡത്തെ എടുത്തുകൊണ്ട് ചിലരൊക്കെ നടന്നു നീങ്ങുകയാ, ആ എൻട്രൻസിലേക്ക് വരികയാ. എന്നാൽ അവൻ പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് വരിക, മരിച്ചവന്റെ ജഡത്തെ എടുത്തുകൊണ്ട്. എന്നാൽ ജീവനുള്ള ദൈവം പ്രൈസ് ലോർഡ് ജീവനെ കൊടുക്കുന്നവൻ അതോ പ്രിയപ്പെട്ടവരെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാ. നോക്കണം ദൈവജനമേ, കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ദൂരെ നിന്ന് കണ്ടു. ഒരു സ്ത്രീയാണവൾ, കരയുന്നു, ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു അമ്മയെ കാണുന്നു. ദൈവജനമേ, ലോകക്കാർ പ്രൈസ് ലോർഡ് അവർ ആടുന്നു, പാടുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം സ്നേഹിതരെ. ഹല്ലേലൂയ ഇവിടെ കർത്താവ് ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വാലിബന്റെ സഹോദരന്റെ മാതാവിന്റെ വിങ്ങിപ്പൊട്ടുന്ന കരച്ചിലാണ് കർത്താവ് കണ്ടത്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ അവളെ തൊട്ടിട്ട് പറഞ്ഞു, കരയേണ്ട. പ്രൈസ് ലോർഡ്. കർത്താവ് അവളോട് പറയുന്നു, കരയേണ്ട. ഇന്ന് വൈകിവേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ? കർത്താവ് നിങ്ങളോട് പറയുന്നു, കരയേണ്ട. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ പറപ്പോയി കർത്താവ് സഭ മഞ്ചലെ തൊട്ടു. എന്താ ചെയ്തറിയാമോ? ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. കർത്താവ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആ മാതാവിന് ആ മകനെ തിരികെ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമാ നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, ലാസറിന്റെ കല്ലറയ്ക്കൽ കർത്താവ് കടന്നു വന്നപ്പോൾ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. കർത്താവ് അതിനു മുമ്പായി ഭവനത്തിലെത്തി. ഹല്ലേലൂയ. നമുക്കറിയാം ആ സഹോദരിമാർ, അതിലൊരു സഹോദരി എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, ആ ഭവനവുമായിട്ട് കർത്താവിന് വളരെ ബന്ധമുണ്ട്. ലാസറിന്റെ ഭവനം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹിതനാണ് ലാസർ, അല്ലെങ്കിൽ കർത്താവിന്റെ സഹോദരനാണ്. ആ ഭവനവുമായിട്ട് കർത്താവിന് നല്ല ബന്ധമാണ്, അഭേദ്യ ബന്ധമുള്ള ഒരു ഭവനമാ. എന്നാൽ സ്നേഹിതരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. പെട്ടെന്ന് ഈ ലാസർ രോഗബാധിതനായി ഹല്ലേലൂയ താൻ ദീനമായി കിടക്കുന്നു എന്ന് തന്റെ സഹോദരിമാർ യേശുവിനെ അറിയിച്ചപ്പോഴും യേശു കർത്താവ് ആയിരുന്ന സ്ഥാനത്ത് അവിടെ തന്നെ പാർത്തു. ഹല്ലേലൂയ. കർത്താവ് റിപ്ലൈ ചെയ്തില്ല. രണ്ടാമത്തെ മെസ്സേജ് കർത്താവിന് വരുന്നു, നിന്റെ സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന ലാസർ ദീനമായി സീരിയസ് ആയി കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. സ്നേഹിതരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അപ്പോഴും കർത്താവ് മറുപടി പറഞ്ഞില്ല. മൂന്നാമതായിട്ട് കർത്താവിന് വരുന്ന മറുപടി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. കർത്താവിന് അവർ അയക്കുന്ന മെസ്സേജ്
നിങ്ങൾ സ്നേഹിതൻ ലാസർ മരിച്ചു എന്നാണ് പറഞ്ഞത്. ഈ സമയം പ്രൈസ് ദി ലോർഡ് ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ സഹോദരൻ ലാസർ അവൻ നിദ്രയില്ല, അവനെ പോയി ഉണർത്താമെന്നാണ് പറഞ്ഞത്. കർത്താവ് ഹല്ലേലൂയ ബേഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലെത്തി. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ ലാസറിന്റെ സഹോദരിമാർ അതിലൊരുവൾ ഓടി വന്ന് പറയാ, കർത്താവേ അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഈ ഗതി വരികയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ് പ്രിയരേ, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് വന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 4-ാമത്തെ ദിവസമോ. മരിച്ച് നാറ്റം വെച്ച് അഴുകിപ്പോയ ശരീരത്തിന് ജീവനെ കൊടുക്കുവാനാ കർത്താവ് വന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കർത്താവിനെ കല്ലറയ്ക്കൽ കൂട്ടിക്കൊണ്ടുപോയി. കർത്താവ് അവിടെ ചെന്നപ്പോൾ താൻ മനുഷ്യനായിരുന്നപ്പോൾ താൻ നിലവിളിച്ചു, കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അവരോട് പറഞ്ഞു, കല്ല് ഉരുട്ടി നീക്കുവൻ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ് ശേഷമായി കർത്താവ് പ്രൈസ് ദി ലോർഡ് സ്വർഗ്ഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവ് ആ കല്ലറയെ നോക്കി കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വാ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവമക്കളെ, ജീവനെ കൊടുക്കുന്നവനാണ് ഈ നിൽക്കുന്നത്. മരണത്തിന്മേൽ അധികാരമുള്ള ദൈവം ഇവിടെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അഴുകിപ്പോയ നാറ്റം വെച്ച ശരീരത്തിന് ജീവനെ കൊടുക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവ് ഹല്ലേലൂയ പറഞ്ഞു, ലാസറേ നീ പുറത്തു വാ. നോക്കണം ദൈവമക്കളെ, കർത്താവിന്റെ ജീവനുള്ള ആ വാക്ക ശബ്ദം കേട്ടപ്പോൾ തന്നെ മരിച്ചവരിലേക്ക് ജീവൻ കടന്നു ചെന്നു. എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, ഹല്ലേലൂയ. അവൻ കെട്ടപ്പെട്ടവനായി വെളിയെ വന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവ് അവരോട് പറഞ്ഞു, ഇവന്റെ കെട്ടുകളെ അഴിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഇവന്റെ കെട്ടുകളെ അഴിപ്പീൻ. പ്രിയ ദൈവജനമേ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്നവോ നിശ്ചയമായും നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കുരുക്കിയിട്ടുള്ള കുരുക്കുകളെ, നാം കെട്ടിയിട്ടുള്ള കെട്ടുകളെ നാം അഴിച്ച് മാറ്റുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ യേശു കർത്താവ് കടന്നു വന്നപ്പോൾ മരിച്ചവന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി, അവനുക്കുള്ളിൽ ജീവൻ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പ്രിയരെ, നമ്മെ കൊണ്ട് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ 2022 ആണ്ടിൽ നാം ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്? പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആ യേശു ആരാണ് പ്രിയരെ? നമ്മുടെ യേശു ആരാണ്? ഹല്ലേലൂയ. സർവ്വ അധികാരവും ഉള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചവൻ. ഹല്ലേലൂയ. റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞവൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്ന ദൈവമല്ലേ? പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അഖിലാണ്ട ഘടാകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആദിയും അന്തവുമായവൻ. ആമേൻ. ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതി. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണെന്നാണ് നാം വിചാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവൻ ആൽഫയും ഒമേഗയും ആയവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ആ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഈ നാളുകളായി നാം അറിഞ്ഞുകൊള്ളണം. അങ്ങനെ നാം കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി നാം മുൻപോട്ട് കടന്നു വരണം. പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ സമയയുടെ ഏകദേശം ആയിരിക്കുകയാണ്. നാം വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് ചില നിമിഷങ്ങൾ മാത്രം ഹല്ലേലൂയ ഞാൻ തിരിഞ്ഞു നോക്കിയതിനു ശേഷമായി ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ അധികാരത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കർത്താവിന് പ്രകൃതിയുടെ മേലുള്ള അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തിലാണ് നിങ്ങളും ഞാനും ആശ്രയം വെച്ചിരിക്കുന്നത്. 2022 ആണ്ട് സ്നേഹിത സഹോദരനെ, സഹോദരിയെ, ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരണം. ദൈവം നമുക്ക് സർവ്വാധികാരവും തന്നിട്ടുണ്ട്. അതേ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ആരും തന്നെ നിരാശരായി കാണപ്പെടരുത്. നമ്മുടെ അധികാരം, നമ്മുടെ ദൈവം സർവ്വാധികാരവും ഉള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇവൻ ആര്? ഹല്ലേലൂയ. നസ്രനായ യേശു. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഇനി രാജാവായി വരാൻ പോകുന്ന ആ മശിഹ തമ്പുരാനെ വരവേൽക്കുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവിന്റെ വല്ലമയെക്കുറിച്ച്, നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് നാം എല്ലാവരും ചിന്തിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അനുദിന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ വരവോളം നമുക്ക് ഹല്ലേലൂയ സർവ്വാധികാരവുമുള്ള യേശു കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ സ്നേഹിത, അധൈര്യപ്പെട്ടു പോകരുത്. സർവ്വാധികാരമുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, പ്രൈസ് ദി ലോർഡ്, കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ പ്രൈസ് ദി ലോർഡ് കർത്താവേ അടിയനെ ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. പ്രകൃതിയുടെ മേൽ ദൈവത്തിന്റെ അധികാരം, ഹല്ലേലൂയ, രോഗത്തിന്റെ മേലുള്ള അധികാരം, ദുരാത്മാക്കളുടെ മേലുള്ള അധികാരം, മരണത്തിന്റെ മേലുള്ള അധികാരം, കർത്താവേ, ഇത്രമാത്രം അധികാരമുള്ള പ്രൈസ് ദി ലോർഡ് യേശു കർത്താവിന്റെ അരികിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അപ്പാ, അങ്ങ് ഞങ്ങളോട് ഇടപെട്ടാട്ടെ. ഇന്ന് ഈ വചനം കേട്ടവർക്കെല്ലാം കർത്താവേ അനുഗ്രഹമായി തീർന്നു എന്ന് അടിയൻ വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവ്വാധികാരമുള്ള കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അപ്പാ, രോഗികളായി ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരുന്നോ എങ്കിൽ, 12 വർഷം ബ്ലീഡിംഗ് ആയിരുന്ന സ്ത്രീ, രക്തസ്രാവത്തിനാൽ കഷ്ടപ്പെട്ടവൾക്ക് സൗഖ്യം, അങ്ങയുടെ വസ്ത്രത്തെ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായെങ്കിൽ നിശ്ചയമായും രോഗം സൗഖ്യമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല രോഗവും സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ തന്നെ കർത്താവേ, ഹല്ലേലൂയ, പിശാചിൻ കെട്ടുകളിൽ ബാധിക്കപ്പെട്ട ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ കർത്താവേ, ദുരാത്മാക്കളുടെ മേൽ അധികാരമുള്ള ദൈവം പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകല നന്മകളെ കൊണ്ട് അപ്പച്ച നിറയ്ക്കണം. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. സകല നന്മകളെ കൊണ്ട് നിറയ്ക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, അല്പനിമിഷങ്ങൾ കൂടിപ്പോയി, അധികമായി പോയി എന്നത് എനിക്കറിയാം. ദൈവനാമത്തിൽ ക്ഷമിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം കൂടെ ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട ബ്രദർ സാജു ബ്രദറിനോടും പ്രിയ കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല, ഈ ഗ്രൂപ്പിന്റെ മറ്റ് ഭാരവാഹികളായിട്ടുള്ളവരും ദേവദാസന്മാർ, ദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടും ഉള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, ദൈവമക്കളെ, എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ നിന്നും എൻ്റെ അഡ്മിന്മാർ, എൻ്റെ മെമ്പേഴ്സ് എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാവരോടും ഉള്ള പ്രത്യേക നന്ദി സ്നേഹത്തെയും ഞാൻ അറിയിക്കട്ടെ. ദൈവമക്കളെ, നാം പിൻപറ്റി വരുന്ന നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ആരാണെന്നുള്ളത് അറിഞ്ഞു വേണം ഈ നാളുകളായി കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ. ഹല്ലേലൂയ. ഒന്നുകൊണ്ടും അധൈര്യപ്പെടരുത്. നമ്മുടെ ദൈവം സർവ്വ അധികാരമുള്ള ദൈവമാണ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.